കോഴിക്കോട് നല്ല രാഷ്ട്രീയ മത്സരം നടക്കാറുള്ള മണ്ഡലമായിരുന്നു. പക്ഷേ എം.കെ. രാഘവൻ എന്ന കണ്ണൂരുകാരൻ 2009 കോഴിക്കോട്ടേക്ക് കുടിയേറിയതിന് ശേഷം രാഷ്ട്രീയത്തെക്കാൾ ഉപരി വ്യക്തിബന്ധങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വോട്ടായി മാറുന്നത് നമ്മൾ കണ്ടു. വളരെ ചെറിയ ഭൂരിപക്ഷത്തിൽ നിന്ന് എം.കെ. രാഘവൻ വലിയ ഭൂരിപക്ഷത്തിലേക്ക് വരികയും ചെയ്തു. രാഷ്ട്രീയമായി ഇടതുമുന്നണിക്ക് ശക്തമായ വളക്കൂറുള്ള മണ്ണാണ്. ഈ തവണ LDFനെ സംബന്ധിച്ച് സംസ്ഥാനത്തെ ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം കൂട്ടാൻ ആഗ്രഹിക്കുമ്പോൾ ജയിക്കും എന്ന് അവർക്ക് ആത്മവിശ്വാസം ഉള്ള മണ്ഡലങ്ങളിൽ ഒന്നുകൂടിയാണ് കോഴിക്കോട്. അതേസമയം എം.കെ. രാഘവൻ തന്നെ വീണ്ടും മത്സരിക്കാൻ സാധ്യതയുമുണ്ട്. ഇന്ന് കോഴിക്കോടിൻ്റെ MP-യോട് അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷകളും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ മികവുമൊക്കെ ചോദിച്ചറിയുകയാണ്. കണ്ണൂരിൽ നിന്ന് കോഴിക്കോടേക്ക് വന്ന് പിന്നെ കോഴിക്കോടിൻ്റെ സ്വന്തം രാഘവേട്ടനായി മാറുകയായിരുന്നു. ഇത്തവണയും കോഴിക്കോടിനൊപ്പം തന്നെ എന്നുറപ്പിച്ചോ മനസ്സ്? ഇല്ല, ഇത് കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ തീരുമാനമാണ് ഈ അവസാനത്തെ ഒരു വാക്ക്. കോൺഗ്രസ് ഹൈക്കമാൻഡ് എന്ത് തീരുമാനിക്കുന്നത് എനിക്കറിയില്ല. എന്നാലും സിറ്റിംഗ് MP-മാരോടൊക്കെ മണ്ഡലത്തിൽ സജീവമാകാൻ നിർദ്ദേശിച്ചു. അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു. പക്ഷേ ഈ ഹൈക്കമാൻഡിൻ്റെ തീരുമാനം ആണ് അന്തിമം. അവസാനം എങ്ങനെ വരുന്ന ആർക്കും പറയാൻ കഴിയില്ല. ഇല്ല, എന്തായാലും നമ്മൾ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങാണ്. കോൺഫിഡൻ്റ് ആണോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. അപ്പോൾ കഴിഞ്ഞ 3 ടേമായി മണ്ഡലത്തിൽ ചെയ്ത കാര്യങ്ങൾ കൊണ്ട് തന്നെ മറ്റൊരു രാഷ്ട്രീയ സാഹചര്യം എന്തായാലും ജയിക്കാൻ കഴിയും എന്നൊരു തോന്നലുണ്ടോ? അല്ല, ഞാൻ രണ്ട് രീതിയിലാണ്. ഒന്ന്, എസ് MP ഏറ്റവും കൂടുതൽ കേന്ദ്ര പ്രോജക്ട്സ് കൊണ്ടുവന്ന കേരളത്തിലൊരു മണ്ഡലം കോഴിക്കോടാണ്. ഏറ്റവും കൂടുതൽ കഴിഞ്ഞ 15 വർഷം കൊണ്ട്. ഏറ്റവും കൂടുതൽ റെയിൽവേ പ്രോജക്റ്റ് ടെൻഡറായി അവാർഡ് ചെയ്തു. അതിൻ്റെ വർക്ക് ആരംഭിച്ചിരിക്കുകയാണ്. ഒരു ഭാഗം അതാണ്. മറുഭാഗം ഞാൻ 24/7 ഒരു സമയം ഇവിടെ ഉണ്ട്. ആളുകൾക്ക് ഏത് വിഷയം വന്നാലും എൻ്റെ വീട്ടിൽ രാത്രി 12 മണി ആൾ വരാറുണ്ട്. രാവിലെ 7 മണിക്ക് തുടങ്ങി 6 മണിക്ക് തന്നെ ആൾ വരും. അതിൽ കക്ഷി രാഷ്ട്രീയമൊന്നുമില്ല, അങ്ങനെ ഒന്നുമില്ല. ആർക്കും വരാം, ആർക്കും സമീപിക്കാം. ഇപ്പോൾ കഴിഞ്ഞ തവണ വളരെ ആക്സസിബിളായ, ഈ പറഞ്ഞ ഒരു അപ്രോച്ചബിളായ പ്രദീപ് കുമാർ ആയിരുന്നു മത്സരിച്ചത്. അപ്പോൾ അതുപോലത്തെ രാഷ്ട്രീയക്കാർ വേറെ ഉണ്ടാവുമല്ലോ? ഉണ്ടാവും. അല്ല, ഞാൻ പറഞ്ഞത് ഞാൻ ഒരു വിഷയത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ അതോടൊപ്പം നിൽക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മൾ കോഴിക്കോടിനെ പൊതുവെ ഒരു ലെഫ്റ്റ് കോൺസ്റ്റിറ്റ്യുവൻസി ആയിട്ടായിരുന്നു മുൻപ് കണ്ടിരുന്നത്. കോഴിക്കോട്, വടകരയൊക്കെ ഇടതുപക്ഷ മണ്ഡലങ്ങളായിട്ടാണ് പൊതുവെ കണ്ടിരുന്നത്. പക്ഷേ കഴിഞ്ഞ 1.5 പതിറ്റാണ്ടായിട്ട് അതിന് വ്യത്യാസമുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് കോഴിക്കോടേക്ക് മത്സരിക്കാൻ വരുമ്പോൾ ഒരു പേരിനുള്ളൊരു മത്സരം, അതല്ലെങ്കിൽ ഒരു CPM-ൻ്റെ ഒരു പ്രധാനപ്പെട്ട മണ്ഡലത്തിൽ ചെന്ന് മത്സരിച്ചാൽ എന്ത് എന്നൊരു തോന്നലുണ്ടായിരുന്നോ? അല്ല, ഞാൻ സത്യം പറഞ്ഞാൽ കോഴിക്കോട് ഒരിക്കലും സ്ഥാനാർത്ഥിയാകും പ്രതീക്ഷിച്ച ആളല്ല. ഡൽഹിയിൽ നിന്നാണ് എൻ്റെ പേര് വന്നത്. ആ പേര് വന്നത് തന്നെ ഞാനത് അറിയില്ല. ഞാൻ KPCC ഭാരവാഹി എന്നാൽ കോഴിക്കോട് ചാർജുള്ള എല്ലാ ആളാണെന്നറിഞ്ഞു. ഞാൻ കോഴിക്കോട് ലോക്സഭാ നിയോജക മണ്ഡലത്തിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരണത്തിൽ പങ്കെടുക്കാൻ വന്ന ആളാണ്. അന്ന് സ്ഥാനാർത്ഥി ആയിട്ടില്ല. പങ്കെടുത്ത് തിരിച്ച് ഞാൻ ഈ അളകാവിലെത്തുമ്പോഴാണ് എന്നെ വിളിക്കുന്നത്. ഡൽഹിയിൽ നിന്ന് രമേശ് വിളിക്കുകയാണ്. രമേശ് പറഞ്ഞു ഇങ്ങനെ മത്സരിക്കേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനില്ല, ജയിക്കാൻ സാധ്യമില്ലാത്ത കാര്യമാണ്. കോഴിക്കോടുകാർക്കും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല മത്സരിക്കാൻ. അപ്പോൾ പിന്നെ ഇത് വരുന്നത് ആൻ്റണിയാണ്, AK ആൻ്റണിയാണ് ഈ കാര്യത്തിൽ തീരുമാനമെടുത്ത ഒരാൾ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എന്നോടൊരു വാക്ക് അദ്ദേഹം പറഞ്ഞതാണ്. എന്നൊരു ടഫാന്ന് എനിക്കറിയാം. എന്നത് MKR എന്ന് വിളിക്കുക. എന്നോട് MKR ആണെങ്കിൽ ഒരു റെയർ ചാൻസ് ഞാൻ കാണുന്നത്. എൻ്റെ ഉപയോഗിച്ച ഭാഷയാണ് റെയർ ചാൻസ്. എന്നാൽ ഞാൻ പറഞ്ഞു ഞാൻ വേണ്ട, എന്നെങ്കിലും എന്നേ പറ്റും. അങ്ങനെയാണ് ഞാൻ മനസ്സോടെ തീരുമാനിക്കുന്നത്. മനസ്സോടെയാണ് വന്നത്. അന്നിപ്പോൾ കണ്ണൂരിൽ നിന്ന് ആരെങ്കിലും പറഞ്ഞോ പോയി തോറ്റിട്ട് വാന്ന് പറഞ്ഞോ? അപ്പോൾ കണ്ണൂരിൻ്റെ ഒരു പൊളിറ്റിക്കൽ ബ്രാൻഡ് വേറെയാണ്. അവിടെ കോൺഗ്രസും CPM-ഉം നേർക്കുനേർ നിൽക്കുമ്പോൾ കോൺഗ്രസ് പക്ഷത്തുള്ള നേതാക്കളും വളരെ അഗ്രസീവായ, നമ്മൾ ഷഠനോട് ശാഠ്യം എന്നൊക്കെ പറയുന്നത് മാതിരി അഗ്രസീവായ നേതാക്കളാണ്. ഇതിപ്പോൾ NR ആണെങ്കിലും K. സുധാകരനാണെങ്കിലും ഒക്കെ ആ ഒരു പരുക്കൻ കാർക്കശ്യം എന്നൊക്കെ പറയാവുന്ന ഭാവവും ഒക്കെ ഉണ്ടായിരുന്ന ആളുകളാണ്. പക്ഷെ താങ്കൾ വേറൊരു തരത്തിലുള്ള ഒരു നേതാവായിട്ടാണ് വന്നത്. അല്ല, ഞാനേ കണ്ണൂരിലായിട്ടും അല്ല അഭിലാഷേ, ഞാനേ കണ്ണൂർ ഏറ്റവും സഹിച്ച ഒരാളാണ് ഞാൻ. എൻ്റെ വീട് എത്രയാണ് ആക്രമിക്കപ്പെട്ടത്.
എൻ്റെ സഹോദരിയുടെ കല്യാണം പഴയങ്ങാടി പോലീസിൻ്റെ സഹായത്തിന് നടത്തിയ ആളെ ഞാൻ എൻ്റെ വീട്ടിൽ. എന്നിട്ടും ഞാൻ പറയുന്നത് ആ മട്ടിലുള്ള ഒരു നേതാവായി എന്ന് പറഞ്ഞാൽ വളരെ അഗ്രഷൻ കാണിക്കുന്ന ഒരു നേതാവായി വന്നില്ല. അല്ല, അതിൻ്റെ സൗമ്യനാണ്. അല്ല, ഞാനതെൻ്റെ എനിക്ക് എൻ്റെതായ ശൈലിയാണ്. ഇപ്പോൾ നമുക്കറിയാം എ ഗ്രൂപ്പ് എന്ന് പറയുന്നത് വലിയ തോതിൽ ശിഥിലീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതെ. എന്ന് മാത്രമല്ല താങ്കൾ വളരെ വളരെ കാര്യമായി തന്നെ ശശി തരൂരിന് വേണ്ടി വാദിക്കുന്നത് പലരും കൗതുകത്തോടെയാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കേട്ടത്. പ്രത്യേകിച്ച് അദ്ദേഹം AICC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുകയൊക്കെ ചെയ്തപ്പോൾ എന്തുകൊണ്ട് ശശി തരൂർ? ശശി തരൂർ ഒരു വിശ്വ പൗരനാണ്. അദ്ദേഹത്തിനുള്ള സ്വീകാര്യത വളരെ കൂടുതലാണ് പൊളിറ്റിക്സിൽ. പൊളിറ്റിക്സ് മാത്രമല്ല, നമ്മുടെ സൊസൈറ്റിയിൽ അദ്ദേഹത്തിനുള്ള പിന്തുണ വളരെ കൂടുതലാണ്. അത് കക്ഷി രാഷ്ട്രീയമല്ല. അത്തരം ഒരാളെ പിന്തുണക്കണം എന്ന് എൻ്റെ മനസ്സ് തോന്നി. ചിലപ്പോൾ തെറ്റായിരിക്കും, ശരിയായിരിക്കും, വേറെ വിഷയം. അല്ല, അതിന് പ്രത്യാഘാതം ഉണ്ടാകും. ശശി തരൂരിനെ പിന്തുണയ്ക്കുന്നത് ഒരു പക്ഷേ നഷ്ടക്കച്ചവടമാവുന്ന ഒരു തോന്നൽ, ഒരു ആപൽസംഖ്യ. ഞാൻ അതൊക്കെ എനിക്കുണ്ടായിരുന്നു. നഷ്ടമാണെങ്കിലും നഷ്ടം. ഞാൻ കൊടുത്തൊരു വാക്ക്, ഒരു നിലപാട്, അതിൽ ഞാൻ മാറാൻ ആഗ്രഹിച്ചിട്ടില്ല. ഇന്നും ഞാൻ വിശ്വസിക്കുന്നത് തരൂരിനെ പിന്തുണച്ച് ഒരിക്കലും തെറ്റല്ല, ശരിയാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. തരൂരിനെ കോൺഗ്രസ് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രസന്റ് ചെയ്യണം എന്ന അഭിപ്രായം താങ്കൾക്കുണ്ടോ? നാളത്തെ കേരളത്തിൽ ആര് ഇവിടെ മുഖ്യമന്ത്രിയാകണം തീരുമാനിക്കേണ്ടത് അത് കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുക്കേണ്ട തീരുമാനമാണ്. അല്ലാതെ ഞാനതിൽ അഭിപ്രായം പറയേണ്ട ആളല്ല ഞാൻ. കോൺഗ്രസ് തിരിച്ചു വരാൻ ആർക്കാണ് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുക കോൺഗ്രസിനെ, അത് കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായിട്ടും ഞാൻ ചോദിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസിനെ അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ശേഷിയുള്ള കേപ്പബിൾ ആയിട്ടുള്ള ആളാണ് തരൂർ എന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായും 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 അതൊരു അനിവാര്യതയാണ്. അത് തരൂർ മാത്രമല്ല, കുറേ ആളുകളുണ്ട് കേരളത്തിൽ. അങ്ങനെ എണ്ണപ്പെട്ട കോൺഗ്രസ് ലീഡേഴ്സ് ഉണ്ട്, അത് തരൂരുമുണ്ട്, തർക്കം വേണ്ട. അപ്പോൾ ഉമ്മൻചാണ്ടി അവശേഷിപ്പിച്ചു പോയ സ്പേസിനെ ഫില്ല് ചെയ്യാൻ കോൺഗ്രസിന് ധാരാളം നേതാക്കളുണ്ട്. അപ്പോൾ ഒരാളെ തിരഞ്ഞെടുക്കുക, മുന്നിൽ നിൽക്കാൻ ഒരാളെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് കുറച്ച് ടഫായിട്ടൊരു കാര്യമായി മാറുമോ? എല്ലാവർക്കും കേരളത്തിൽ കോൺഗ്രസിന് തിരിച്ചു കൊണ്ടുവരിക എന്നാണ് ലക്ഷ്യമെങ്കിൽ ഈ നേരത്തെ സൂചിപ്പിച്ച എല്ലാ ലീഡേഴ്സും അതിന് യോഗ്യന്മാരാണ്, തർക്കമില്ല, പ്രാപ്തന്മാരാണ്. തീർച്ചയായിട്ടും. ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസിന് കേരളത്തിൽ പുതിയ നേതൃത്വമാണ്. പഴയ അധികാര സമവാക്യങ്ങൾ മാറി. അപ്പോൾ പലരോടും സംസാരിക്കുമ്പോൾ എല്ലാ അർത്ഥത്തിലുമുള്ള വിശാലമായ ചർച്ചകൾക്ക് ശേഷമല്ല നേതൃത്വം തീരുമാനമെടുക്കുന്നത് എന്ന ഫീലിംഗും കിട്ടാറുണ്ട്. അങ്ങനെ കുറെ കൂടി ചർച്ച വേണ്ടതുണ്ടെന്ന അഭിപ്രായം താങ്കൾക്കുണ്ടോ? കൂട്ടായ ഒരു ചർച്ച എന്നും പാർട്ടിക്ക് ഗുണം ചെയ്യും എന്ന് വിശ്വസിക്കുന്ന ആൾ. ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസിന് പരമ്പരാഗതമായ ചില ചിട്ടവട്ടങ്ങളും രീതികളും ഒക്കെ ഉണ്ട്. അതേസമയം തന്നെ കോൺഗ്രസ് ഇപ്പോൾ പ്രൊഫഷണലായ ഹെൽപ്പും തേടാറുണ്ട്. സുനിൽ കനുഗോലു കേരളത്തിൻ്റെ കാര്യം കൂടി നോക്കുന്നുണ്ട്. ചില സിറ്റിംഗ് MP-മാരെ മാറ്റാനൊക്കെയുള്ള ശുപാർശകൾ ഉണ്ട് എന്ന് പത്രത്തിലും മറ്റുമൊക്കെ കണ്ടിരുന്നു. അങ്ങനെ ഒരു പ്രൊഫഷണൽ ഏജൻസിയുടെ ഹെൽപ്പ് സ്വീകരിച്ച് ആണോ ഇത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത്? താങ്കൾക്ക് എന്ത് തോന്നുന്നു? അല്ല, അതിൻ്റെ അകത്ത് ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് സ്വീകരിക്കേണ്ടുന്ന ഒരുപാട് തന്ത്രങ്ങളുണ്ട്. ഒരു സാമ്പിൾ സർവേ എന്തായാലും എല്ലാ പാർട്ടിയും നടത്താറുണ്ട്. അപ്പോൾ അവർക്കൊരു പൊതുവായി ചിത്രം കിട്ടും, എന്താണ് കേരളത്തിൽ, എങ്ങനെയാണ്, ആര് നിന്നാൽ ആർക്ക് ജയിക്കാൻ സാധിക്കും. അപ്പോൾ അത്തരം സർവേ എല്ലാ പാർട്ടിയും നടത്താറുണ്ട്. അത് തെറ്റാണെന്ന് ഒരിക്കലും ഞാൻ പറയില്ല, അത് ആവശ്യമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ സർവേ നടത്തുന്നത് എപ്പോഴും ഗുണകരമാണ്. അപ്പം നമ്മളൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കലാണ്. UDF ഒരു മുന്നണി എന്നുള്ള നിലയിൽ കെട്ടുറപ്പുള്ളതാണ്. മുസ്ലിം ലീഗിനെ വല്ലാതെ ഒന്ന് സുഖകരമായ അവസ്ഥയിൽ എത്തിക്കാൻ CPM കാര്യമായി പരിശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ കോൺഗ്രസ് കുറെ കൂടി ഘടകകക്ഷികളെ ഉൾക്കൊണ്ട് അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ തിരക്കി അങ്ങനെ മുന്നോട്ട് പോകേണ്ട സമയമായോ? ഇല്ലല്ല, ഒരിക്കലും ലീഗിൻ്റെ പ്രസിഡന്റ് സാദിഖ് അലി തങ്ങളും ശ്രീ PK കുഞ്ഞാലിക്കുട്ടി വളരെ കൃത്യമായി പറഞ്ഞു, ഞങ്ങൾ കോൺഗ്രസിൻ്റെ കൂടെയാണ്, ഒരു മാറ്റം ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല ഞങ്ങളിൽ. ഇപ്പം UDF ശക്തമാണ്. വ്യക്തിപരമായി സംസാരിക്കുമ്പോൾ താങ്കൾക്കിപ്പോൾ MP എന്നുള്ള നിലയിൽ 3 ടേമായി, ഇനിയൊരു കേരള രാഷ്ട്രീയത്തിലേക്കുള്ള സജീവമായ തിരിച്ചുവരവ് അല്ലെങ്കിൽ ഒരു MLA ആയിട്ടുള്ള മത്സരം അങ്ങനെയൊക്കെയുള്ളത് മനസ്സിലുണ്ടോ? എല്ലാം കോൺഗ്രസ് ഹൈക്കമാൻഡിനെ ആശ്രയിച്ചാണ് എല്ലാ കാര്യങ്ങളും. അല്ല, നമ്മുടെ വ്യക്തിപരമായ താല്പര്യം. ഞാൻ പറഞ്ഞത് ആഗ്രഹം മാത്രം പോരല്ലോ, അത് തീരുമാനം വേണ്ടേ. അപ്പോൾ കോൺഗ്രസ് പാർട്ടി എനിക്ക് തോന്നുന്ന സമയത്തിനനുസരിച്ച് ഉചിതമായ തീരുമാനമെടുക്കുന്നതാണ് എൻ്റെ വിശ്വാസം. നിയമസഭയിലേക്ക് മത്സരിക്കുകയാണെങ്കിൽ അത് കണ്ണൂർ ജില്ലയിൽ നിന്നായിരിക്കുമോ കോഴിക്കോട് ജില്ലയിൽ നിന്നായിരിക്കുമോ?
അതൊക്കെ പാർട്ടിയാണ് പറയേണ്ടത്. ഇഷ്ടമാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം കണ്ണൂരിൽ നിന്ന് പാർട്ടിയുടെ ചുമതലയുള്ള ആളായിട്ട് കോഴിക്കോട് വന്നു, ഇപ്പൊ കോഴിക്കോടുകാരനായി. അഭിലാഷേ, ഞാൻ പറയട്ടെ, ഇപ്പം ഞാൻ കണ്ണൂർക്കാരനാണ്. ഞാൻ കോഴിക്കോട് മത്സരിച്ച് പാർട്ടി പറഞ്ഞിട്ടാണ് മത്സരിക്കുന്നത്. അപ്പോൾ പാർട്ടിയാണ് എവിടെ നിൽക്കണം, പാർട്ടി പറഞ്ഞാൽ അവിടെ നിൽക്കും. അല്ല, അത് ശരിയാണ്. പക്ഷെ 2009 ഉള്ളതുപോലെയല്ല ഇപ്പോഴത്തെ അവസ്ഥ. ഇപ്പോൾ ഒരു കോഴിക്കോടുകാരനായി മാറി. കോഴിക്കോട്ടെ ജനങ്ങൾക്ക് ഞങ്ങളുടെ MP രാഘവേട്ടൻ എന്നൊക്കെയാണ് അവരുടെ ഒരു സെന്റിമെന്റ്സ്. ഇതിൽ 7 നിയമസഭാ സെഗ്മെന്റുകളുണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്കെനിക്ക് തോന്നുന്നു തളിപ്പറമ്പിലോ പയ്യന്നൂരിലോ ഇരിക്കൂറിലോ ഒക്കെ പരിചയപ്പെടുത്തുന്നത് പോലെയല്ല കോഴിക്കോട്ടെ ഈ പറഞ്ഞ 7 മണ്ഡലങ്ങളിൽ പരിചയപ്പെടുത്തേണ്ടി വരിക. ഒരു പാർട്ടിക്കാരൻ നിലക്ക്, കോൺഗ്രസ്സുകാരൻ നിലക്ക് ഞാൻ പറയട്ടെ, അത് കോൺഗ്രസ് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. ആര് മത്സരിക്കണം, ആര് മത്സരിക്കേണ്ട, എപ്പം മത്സരിക്കണം, അവരാണ്. എല്ലാം അവരെ ആശ്രയിച്ചാണ്. കോൺഗ്രസിന്റെ ചരിത്രത്തിലെ മോശം നമ്പറുകളാണ് കഴിഞ്ഞ 2 തവണയായിട്ട് ഉണ്ടായിട്ടുള്ളത്. അതെ. അപ്പോൾ ഒരു MP-യെ സംബന്ധിച്ച് അപ്പോൾ ആ നിലയ്ക്കുള്ള ഒരു ന്യൂനപക്ഷം എന്നൊക്കെ പറയാവുന്ന വിധത്തിലുള്ള പ്രതിപക്ഷ നേതൃസ്ഥാനത്തിന് തന്നെ ക്ലെയിം ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഒക്കെയുള്ള പാർട്ടി എന്നുള്ള നിലയിൽ ദുർബലമായ പാർലമെന്ററി ഇന്റർവെൻഷനെ നടത്താൻ പറ്റുന്നുള്ളൂ. പാർട്ടി ശക്തമായി ഇടപെടാറുണ്ട് എല്ലാ കാര്യങ്ങളിലും. ഒരിക്കലും പ്രതിപക്ഷത്തെ ബഹുമാനിക്കാനോ പരിഗണിക്കാനോ സ്പീക്കർ തയ്യാറാകാറുള്ള സത്യമാണ്. രാഷ്ട്രീയമായിരിക്കാം, മുമ്പൊരിക്കലും ഇങ്ങനെ സഭയിൽ ഉണ്ടാകാറില്ല. അപ്പോൾ ഇത് ഒരു BJP-യുടെ ഭരണം എന്ന് പറഞ്ഞാൽ ഒരു അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒരു ജനാധിപത്യമായി മാറുകയാണ്. കഴിഞ്ഞ 15 വർഷമായിട്ട് കോഴിക്കോടിൻ്റെ MP-യാണ്. ഒരു സിഗ്നേച്ചർ പ്രോഗ്രാം കഴിഞ്ഞ 1.5 പതിറ്റാണ്ടിൽ ശ്രീ MK രാഘവൻ കോഴിക്കോടിന് നൽകിയത് എന്താണ് എന്ന് ചോദിച്ചാൽ എന്താണ് മറുപടി? കേരളത്തിൽ ഏറ്റവും കൂടുതൽ കേന്ദ്ര പ്രോജക്റ്റുകൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു മണ്ഡലം കോഴിക്കോട് മണ്ഡലമാണ്. ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ തന്നെ മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയായി 150 കോടിയുടെ പ്രോജക്റ്റ് കൊണ്ടുവരാൻ സാധിച്ചു. അതുപോലെ ടെറിഷറി ക്യാൻസർ കെയർ സെൻട്രൽ പ്രോജക്റ്റാണ് കോഴിക്കോടെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പോൾ ട്രിവാൻഡ്രം പോകുന്ന ക്യാൻസർ പേഷ്യൻസ് ഇപ്പം അങ്ങോട്ട് പോകണ്ട, എല്ലാ ഫെസിലിറ്റീസും ഇവിടെ കിട്ടുകയാണ്. ഇംഹാൻസ്, ബാംഗ്ലൂർ ഇംഹാൻസിനെ പോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായി ഇംഹാൻസ് മാറിക്കഴിഞ്ഞു. അതുപോലെ തന്നെ CRC കോമ്പസിറ്റ് റീജിയണൽ സെൻറ്റർ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ് കീഴിലാണ്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ സാധാരണ ESI റീജിയണൽ ഓഫീസ് തൃശ്ശൂരാണ്. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, മലപ്പുറം, പാലക്കാട് ജില്ലകളിലെ തൊഴിലാളികൾക്ക് കോഴിക്കോട് വന്നാലും മതി. CGHS സെൻറ്റർ, വെൽനസ് സെൻറ്റർ, കേന്ദ്ര ഗവൺമെൻറ് ജീവനക്കാർക്ക്, പെൻഷൻകാർക്ക്, കുടുംബങ്ങൾക്ക്. നേരത്തെ ട്രിവാൻഡ്രത്ത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, ആലോചിക്കണം. ഏറ്റവും ഒടുവിൽ തന്നെ നിങ്ങൾക്കറിയാം, ഇവിടെ റെയിൽവേ പ്രോജക്റ്റ് 471 കോടി രൂപയുടെ ഒരു വലിയ പ്രോജക്റ്റ് വന്നു, ടെൻഡർ അവാർഡ് ചെയ്തു, അതിൻ്റെ വർക്ക് ആരംഭിക്കാൻ പോകുന്നു. ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ താങ്കളുടെ റിപ്പോർട്ട് കാർഡ് ആയിരിക്കുമോ, അതോ ജനങ്ങളോട് ഉള്ള അല്ലെങ്കിൽ ജനങ്ങളുമായിട്ടുള്ള ഒരു ജൈവ ബന്ധമായിരിക്കുമോ അടുത്ത തെരഞ്ഞെടുപ്പിൽ താങ്കൾക്ക് വോട്ടായി മാറുക? അത് 2 രീതിയിലാണ്. ഒന്ന്, ഈ ജനങ്ങൾക്ക് പ്രാപ്യമാണെന്ന മൗലികമായ ചോദ്യമുണ്ട്. അപ്പോൾ എൻ്റെ വിശ്വാസം ഈ കഴിഞ്ഞ 15 വർഷവും എന്നെ കാണാൻ വിടുന്നവർക്ക് എന്നെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ രാഷ്ട്രീയ ഈ മണ്ഡലത്തിൽ, എൻ്റെ രാഷ്ട്രീയ രംഗത്ത് ഒരു ടേണിംഗ് പോയിൻ്റ് കോഴിക്കോടാണ്. ഞാൻ കോഴിക്കോട് ജയിച്ചില്ല, ഞാൻ ആരുമല്ല. അപ്പോൾ സ്വാഭാവികമായും കോഴിക്കോട് ജനങ്ങളോട് എനിക്കൊരു കടപ്പാടുണ്ട്. അവർക്ക് എന്നിൽ പൂർണ്ണ വിശ്വാസമാണ് ഞാൻ കരുതുന്നു. തീർച്ചയായും ആ വിശ്വാസം ഇനിയും ഉണ്ടാകും എന്നാണ് ഞാൻ പൂർണ്ണമായി കരുതുന്നത്. എല്ലാ ആശംസകളും. താങ്ക് യു.